ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ എൻ്റെ കോഴ്സ് അപ്ഡേഷനായിട്ട് വന്നതാണ്. കുറേ പേര് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ പഠിക്കുന്നത്, അതിനെ പറ്റിയൊരു വീഡിയോ ഇടുമോ എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രീവിയസ് വീഡിയോസിലൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കുറേ ലേറ്റായി, അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. അപ്പോൾ ഇപ്രാവശ്യം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് വന്നിട്ട് 4 ഇയർ കോഴ്സാണ്. സോ 4 ഇയർ കോഴ്സിൽ തന്നെ ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് ഓരോ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്കതിൽ പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ചില കോളേജിൽ 3 ഇയർ കംപ്ലീറ്റ് തിയറി ആയിരിക്കും, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ ആയിരിക്കും 6 മന്ത് അവർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. പക്ഷേ ഞാൻ പഠിക്കുന്നിടത്ത് 4 ഇയറും തിയറിയും ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റിങ്ങും ഉണ്ട് ഈക്വലായിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് സബ്ജക്റ്റ് വൈസ് ഉണ്ട്. പിന്നെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് BSc നഴ്സിംഗ് എടുക്കാൻ പറ്റും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് +2 നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിൽ 50% ഓർ 50% എബോ എങ്കിലും മാർക്ക് വേണം, എന്നാലേ നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഒരു ഏജൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. സോ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പല കള്ളങ്ങളും പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രോക്കർമാരെ വെച്ച് നോക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഈ ബ്രോക്കർമാർ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, അവിടെ ഇതുണ്ട്, അവർക്കതുണ്ട് എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നമ്മൾ അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാലാണ് നമുക്കത് ഇതൊന്നും ഉള്ള കാര്യമല്ലായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് നമ്മൾ അവിടെ പോയി പെടും. ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഈ കോളേജ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ഈ ഏജൻറ്റുമാർ നമുക്ക് ഇട്ട് തരുന്ന പണി. അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവിടെ ആരെങ്കിലും അറിയുന്നവരോ ഇല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസോ അവരായിട്ട് ആദ്യം ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ അതാണ് ഏറ്റവും നല്ലത്. ഏജൻറ്റുമാർ പറയുന്നത് വിശ്വസിക്കുകയേ ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കേരളത്തിൻ്റെ പുറത്താണോ അതോ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുന്നതാണോ നല്ലതെന്നാണ്. അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ പുറത്തേക്ക്, എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിൻ്റെ പുറത്തേക്ക് വരാൻ കാരണം എനിക്ക് ലാംഗ്വേജ് ഒന്ന് സെറ്റാക്കണമായിരുന്നു. പിന്നെ എപ്പോഴും കേരളത്തിൽ ഇല്ലെങ്കിൽ അവിടെ തന്നെ പഠിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങനെ നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നത്. എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആക്ച്വലി ഇപ്പോൾ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വന്നതിൽ. എനിക്ക് ലാംഗ്വേജും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, കന്നഡ പഠിച്ച് അതിലപ്പുറം എനിക്കൊന്നും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് കുറേ ലോസസ്സേ ഉണ്ടായിട്ടുള്ളൂ ഇവിടത്തേക്ക് വന്നിട്ട്. കാരണം ഒന്നാമത് നമ്മൾ ഫാമിലി വിട്ട് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം സാക്രിഫൈ ചെയ്യണം, ഫാമിലി സാക്രിഫൈ ചെയ്യണം, അവിടുത്തെ ഫങ്ഷൻസ് സാക്രിഫൈ ചെയ്യണം. അതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 ലാക്കോ 2 ലാക്കോ കൂടിയെന്ന് വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എനിക്ക് ഫീസ് വെച്ച് നോക്കുമ്പോഴത്തേനും കേരളത്തിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും സെയിം ആണ് ഫീസൊക്കെ. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മളെ ശരീരത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒക്കെ നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മളെ അവിടെ നിൽക്കുന്നത് തന്നെയാണ്. പറഞ്ഞു വന്നത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. ആക്ച്വലി മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഹാപ്പിനെസ് ഒന്നാമത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാൻ. കാരണം അത്രക്ക് പഠിക്കാനും അത്രക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് ചില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് നഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ അത് വെറുതെ ആണ്. അപ്പോൾ എല്ലാ കോളേജും വെച്ച് നോക്കുമ്പോഴത്തേനും കോളേജ് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആവും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. നോർമലി നമ്മളെ ആർട്സ് വെച്ച് നോക്കുമ്പോഴും ആർട്സ് കോഴ്സൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഒരുപാട് പഠിക്കാനുണ്ടാകും, അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ ചില്ലായിട്ട് വൈബടിച്ച് നടക്കാൻ നമ്മൾ പുറത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നഴ്സിംഗ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഒന്നാമത് തിയറി മാത്രമല്ല ഉള്ളത്, നമുക്ക് പ്രാക്ടിക്കലും കൂടെ വരുന്നുണ്ട്. അപ്പം പോസ്റ്റിംഗ് വരുമ്പോഴത്തേനും അത് ഭയങ്കര ഇടങ്ങേറാണ്. പിന്നെ ഡ്യൂട്ടി ഹവറാണെങ്കിലും ഞാനൊക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഡ്യൂട്ടി ഹവറാണ്. ഞാൻ വേറെയുള്ള കോളേജിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലാണ്. എല്ലാവർക്കും അറിയാൻ ക്യൂരിയസ് ഉണ്ടായിരുന്നത് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നാണ്. ഞാൻ പഠിക്കുന്നത് നഞ്ചപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, ഷിമോഗ, കർണാടക ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്.
സോ ഞാൻ ഈ കോളേജ് ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ മുന്നേ നമ്മൾ ചെല്ലുമ്പോൾ അത് നല്ലതാണോ ഇല്ലെങ്കിൽ ആ കോളേജ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആക്ച്വലി ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയാൻ വരുന്നത് അഡ്മിഷൻ പ്രോസസ്സിൻ്റെ കാര്യമൊന്നുമല്ല. നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുന്നത് അത് നല്ല അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക. നമുക്ക് പ്രൈവറ്റായിട്ട് ചേരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കോളേജ് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു ചെറിയ Q&A വീഡിയോ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.